ഗുരുക്കളെ ഇത് എന്തോന്നാണ് പറയും? ഇത് സർപ്പഗന്ധി എന്ന് പറയും. സർപ്പത്തിന്റെ മാതിരി വളഞ്ഞ് പടം വിരിച്ച് നിൽക്കും. ഭ്രാന്തിന് മെന്റലിന് കൊടുക്കും. ഇത് വിപിക്ക് കൊടുക്കും. വയറിന് കംപ്ലൈന്റ് വന്നാൽ അതിന് കൊടുക്കും. ഓക്കെ, ശരി. ഇത് എന്തോന്നാണ്? ഇതും വയറിന്റെ കംപ്ലൈന്റ് വരണം. ഒരു കാല് ഞൊണ്ടി, ഒരു സൈഡ് തളർന്നു പോയാൽ അവിടെ കാണിക്കാം, ക്ലിയർ ആവുന്നുണ്ട്. ഈ ചെടിയുടെ പേരെന്തോന്ന് പറയും? വിഷഗന്ധി എന്തിനാണ്? ഏത് വിഷത്തിനും സർവ്വവിഷത്തിനും കിട്ടില്ല. റയറാണ്. ഇറച്ചി മീനും കഴിക്കാതെ ശുദ്ധമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു വിഷവും ഏൽക്കില്ല. ഓക്കെ. ഇതെന്തോന്ന് ഇത് പറയൂ? ഒരു കാലം ചുണ്ടി. അതിന്റെ പേര് ഒരു കാലം ചുണ്ടി എന്നാണ്. വെള്ളപ്പൂ ഉണ്ടാവും. ഒരു സൈഡ് തളർന്നു പോയാൽ ആ ഒരു സൈഡ് തളർച്ചയ്ക്ക് ഉള്ള കഷായം ഉണ്ടാവില്ലേ? പാരാലിസിസ് അല്ലേ? ഗുണം ചെയ്യുന്ന സാധനം. അതിൽ 4-5 കൂട്ടുകൾ ആരെയും കൂടി ഉണ്ട്. അത് കൂട്ടിക്കഴിഞ്ഞാൽ അത് മരുന്നായി. ഇതെന്തോന്ന്? അത് കരിങ്കുറിഞ്ഞിൽപ്പെട്ടത്. കരിങ്കുറിഞ്ഞ് വാദ സംബന്ധമായ ഏത് രോഗത്തിനും. കരിങ്കുറിഞ്ഞ് ഇത് എന്തൊരു മരുന്നാണ്? ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് സർവ്വ രോഗങ്ങൾക്കും പറ്റുന്ന അപൂർവം മരുന്നാണ്. പരമശിവനാൽ നിർബന്ധിപ്പിച്ച ഒരു മരുന്നാണ് ചെങ്ങനീർ കിഴങ്ങ്. പൂജയ്ക്ക് ഉപയോഗിക്കും. അമ്പലങ്ങൾ പൂജയ്ക്ക് ഉപയോഗിക്കും. റയറാണ്, മരുന്നാണ്, കിട്ടില്ല, ഉണ്ടാക്കില്ല ആൾക്കാർ. ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് വളരില്ല. 10,000 റുപ്യ വിലയുണ്ട് കിലോ. ശരി, റൈറ്റ്. അത് ഉന്മത്തിൽ നീല ഒരു ഉന്മത്തുണ്ടോ? നീലയില്ല, നീലുണ്ടായിരുന്നു, പോയി. ശരി. ഇത് നമ്മുടെ നിർഗുണ്ടി കരുന്നൊച്ചി എറുപ്പ് കളറിലുള്ളത്. ഇത് ഒരുപാട് പേര് വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. അത് വാദംകൊല്ലി. എവിടെ? അപ്പുറത്ത് വാദകോടാലി തൈലത്തിന് ഉപയോഗിക്കുന്നത്. അപ്പുറം വാദകോടാലി തൈലത്തിന് ഉപയോഗിക്കുന്നതാണ് വാദംകൊല്ലി. പിന്നെ വാദകോടാലി തൈലത്തിന് ഉപയോഗിക്കുന്ന വാദംകൊല്ലി. വേറെ എന്തോന്ന് റെയറായിട്ട് ഉള്ള ഇത് വേറെ എന്തൊക്കെ എനിക്കുന്നു? ഇത് അറിയില്ല. ഇത് മറ്റേ കിഴങ്ങ്, അടിയിൽ കിഴങ്ങ്, ശതാവരി കിഴങ്ങ്. ഇത് വീട്ടിലൊക്കെ ക്രോട്ടൺസിൽ വയ്ക്കുന്നത്. ക്രോട്ടൺ സൈഡും ചിലർ വയ്ക്കുന്നു. അച്ചാറിന് ഉപയോഗിക്കാം. ഞങ്ങള് നാടി കഷായത്തിന് ഉപയോഗിക്കുന്നതാണ്. അത് തടി വരും. തടി ഇല്ലാത്തവന് തടി വരുത്തും. ശരീരത്തില് സ്ത്രീകൾക്ക് വെള്ളപ്പോക്കിന് ഉപയോഗിക്കാം. അസ്ഥിയുരുക്കം. ഇത് പൊന്നാങ്കണ്ണിയല്ലേ? അത് പൊന്നാങ്കണ്ണി. ഇത് മൃതസഞ്ജീവനി. ഹനുമാൻ ശ്രീരാമന് രാവണ യുദ്ധത്തിൽ 4 മരുന്ന്: ശല്യകിരണി, സന്താനകിരണി, മൃതസഞ്ജീവനി. 3-ത്തിൽ 2 വെച്ചാണ് ഞാൻ. ആ ശല്യകിരണിയിൽ പെട്ടതാണ് ആ സാധനം. ഇത് മുറികൂടി. അതും മുറികൂടി തന്നെയാണ്, ചോപ്പ്. ഇത് വേറൊരു മുറി കൂടിയാണ്. ഇത് ഒട്ടും കഴുത്ത് വെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പശ കൊണ്ട് ബാൻഡേജ് ഒന്നും ചെയ്യണ്ട, സ്റ്റിച്ച് ചെയ്യണ്ട, അപ്പം ഒട്ടും. ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതൊക്കെ? ഇത് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോകണം. പക്ഷിപാതാളം പറയും. മനുഷ്യൻ പോകാത്ത സ്ഥലം. പക്ഷിപാതാളം. സർപ്പങ്ങളും പക്ഷികളും മാത്രം താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അവിടുന്ന് കിട്ടിയാണ്. മനുഷ്യൻ പോയില്ല, പെർമിഷൻ. ഇപ്പോൾ തണ്ടർവേർഡ് ഇപ്പോൾ ഒന്നും അടുപ്പിക്കില്ല. പണ്ട് കാലത്ത് ഇത് കിട്ടിയതാണ്. നമ്മൾ യാത്ര ചെയ്ത് കിട്ടിയതാണ്. ഞാൻ സന്യാസം സ്വീകരിച്ച് പോയതാണ്. മൃതസഞ്ജീവനിൽ ഇരടപ്പച്ച, ശല്യകിരണി, സന്താനകിരണി, ആ 4 അതിൽ ഒന്നാണിത്. ഇരടപ്പച്ച ഒന്ന് തന്നെയാണ്. ഇത് മേട്ടൂരിൽ 40,000 ഹെർബൽസ് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊക്കെ അവിടെ പോകണം.
40,000 ഹെർബൽസ് ഇന്ത്യയിൽ വേറെ എവിടെയും ഇല്ല. അത് വന്ന് ഒരു ദിവസം ഞങ്ങൾ പോയാൽ ഇവിടെ സീഡ്സ് കിട്ടും, ചെടിയൊക്കെ തരും, വാങ്ങിച്ചുകൊണ്ട് വരാം, കാറ് കൊണ്ടുപോയാൽ. ഇത് വന്ന് തമിഴിൽ വല്ലാരെന്ന് പറയും, ഇത് മലയാളത്തിൽ കുടങ്ങൽ എന്ന് പറയുന്നത് കുടങ്ങൽ തന്നെ. ഇല വലുതായിരിക്കുന്ന, അതിൽ ഇല ഇത്ര വലുതായിരിക്കുന്നതുകൊണ്ട് ഈ സൈസാണ് അവിടെയൊക്കെ കാണുന്നത്. ഈ സൈസൊക്കെ കാണും. ഇത് കുറച്ച് വലുതായിരിക്കും. ഇതെന്തോന്ന്? ഇത് ഇലമുളച്ചി എന്ന് പറയും. മൂത്രക്കല്ലിന് സ്റ്റോൺ, കിഡ്നി സ്റ്റോൺ, കിഡ്നിക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് കിഡ്നി സ്റ്റോൺ. അത് മുട്ടപ്പഴം എന്ന് പറയും. അത് വിഷമം ദാഹം ഉണ്ടാവില്ല അതിൽ പഴം കഴിച്ചാൽ. അപ്പോൾ കാട്ടിലുള്ള സന്യാസികളൊക്കെ അത് വിഷം ഉണ്ടാവില്ല, അല്ല കഴിച്ചാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല. അതിനുള്ള എനർജി കിട്ടും. അത് ഇത് കെട്ടുകൊടിയെന്നൊന്നുണ്ട്. ഞാൻ എവിടെ പോയി, കമ്പത്ത് കെട്ടുകൊടി എന്ന് വെച്ചാൽ അതിനെ ആനയെ കൊണ്ട് ആ വള്ളി എടുത്ത് കിട്ടി ആനയ്ക്ക് അത് മുറിക്കാൻ പറ്റില്ല. അത്ര അതിന് വെള്ളത്തിലിട്ടാൽ കട്ടിയാവും. കെട്ടുകൊടി വെള്ളത്തെ കെട്ടുന്നത് എവിടെ ഇതായിരിക്കും ചിറ്ററത്ത നിൽക്കുന്നു. ഓക്കെ. ഓരില താമര ഇത് വേണം ഷുഗറിന്. പൗഡർ ഒരു താമര ഒന്ന് ഷുഗറിന് ഉള്ള ഇതിൽ ചേർക്കാം. അത് മഞ്ഞപ്പൈറ്റാടി, മഞ്ഞ തീ പൊള്ളലിന് എന്നിട്ട് ഒഴിച്ച് തീ കിടന്നാൽ പൊള്ളില്ല. തേച്ചിട്ട് തീയിലാണ്ട് കിടന്നാലും പൊള്ളലുണ്ടാവില്ല. ആയിക്കോട്ടെ. ഇവിടെ വേറെ അപ്പുറത്തൊന്നുമില്ലല്ലോ.